ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ റമദാൻ മാസമൊക്കെ ഇവിടെ അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സുകൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു സ്നാക്സാണ് കേട്ടോ ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനു വേണ്ടി ഇളം ചൂടുള്ള 1/2 കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്ത് ഈ പാലിലൊന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അതിലേക്ക് ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 150 ml കപ്പിലാണ് കേട്ടോ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് മതി കേട്ടോ. ഇനി ഇവ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം. എങ്കിലേ ഇത് സോഫ്റ്റായിട്ട് തന്നെ പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കുഴക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. നെയ്യില്ലെങ്കിൽ ഓയിൽ എടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത് 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോഴേ ഇത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് പെരുംജീരകം പൊടി ഇവയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് മുമ്പ് ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ സവാള കിട്ടും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ എല്ലില്ലാത്ത ചിക്കൻ പീസ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ ഇവിടെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഈ ശീലയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ കുഴക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി.
ഇതുപോലെ നീളത്തിൽ ഒന്ന് പത്തിരി പലകയിൽ വെച്ച് ഉരുട്ടി എടുത്തതിന് ശേഷം ഇത് ഒരു 3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇവയൊന്ന് പരത്തിയെടുക്കണം. അതിനു വേണ്ടി ഒരു പത്തിരി പലകയിൽ കുറച്ച് മൈദമാവ് വിതറി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബോൾസ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൈദ വെച്ചിട്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ സാവധാനത്തിൽ കഴിയുന്ന രീതിയിൽ നല്ലതുപോലെ പരത്താൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കത്തി വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കോൺ ഷേപ്പിൽ ഒരു 8 പീസാക്കി എടുക്കാം. ഇനി ഓരോ പീസിൻ്റെയും ഈ ഒരു തലയ്ക്കൽ കുറേശ്ശെ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി 2 വശവും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്കിത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്സ് മടക്കിയെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടെങ്കിലും പിന്നീട് കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. എങ്കിലേ ഇത് പൊങ്ങി വരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ ഉൾഭാഗം നന്നായിട്ട് വേവൊന്നും വേണ്ടല്ലോ, ഈ പുറത്തുള്ള ഈ മാവ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഗോൾഡ് കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു നിറത്തിലാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഇതിൻ്റെ ഫില്ലിംഗ് ഉള്ളത്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ അടിപൊളി സ്നാക്സ് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.